എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണേ. നാട്ടിൽ നല്ല മഴയും കാറ്റും ഒക്കെയാണെന്ന് എനിക്കറിയാം. ഇവിടെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ശക്തമായ മഴ പെയ്യുന്നത്. ഇന്നാണ്. ഇതിനു മുമ്പ് ചാറ്റൽ മഴയൊക്കെ പെയ്തിരുന്നെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് ശക്തമായൊരു മഴ പെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മഴ നനയാൻ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കാണെങ്കിൽ മഴ നനയുന്ന ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ മഴ ഞാൻ നനയുന്ന പതിവാണ്. ഇച്ചാച്ചനും അബിഗേലും ഷമുവേലും വീട്ടിൽ നല്ല ഉറക്കത്തിലാണ്. ഞാനും ഷാരോനും മഴ പെയ്യുന്ന കണ്ടിട്ട് വെളിയിലിറങ്ങി. അപ്പോൾ ഷാരോനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലപോലെ മഴ നനഞ്ഞ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ലേറ്റായി മഴ പെയ്യാൻ. ഭയങ്കര ചൂടായിരുന്നത് കാരണം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാ ഒന്ന് മഴ പെയ്യുന്നതെന്ന്. ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പുറവശമാണ്. ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ അല്ല. ഇപ്പം മഴയൊക്കെ നനഞ്ഞു വന്നതല്ലേ, അന്നേരം പെട്ടെന്ന് തന്നെ തലയൊക്കെ തോർത്തി പനി പിടിക്കല്ലോ. ഇപ്പോൾ നല്ല ചൂട് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂട് കട്ടൻ കാപ്പിയെ അങ്ങനെ ചൂട് കാപ്പിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് അവിടെ ജനലിൻ്റെ അവിടെ തന്നെ വെളിയിലോട്ട് നോക്കി മഴയും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ജനലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. ഷാരോനും മഴ നനഞ്ഞായിരുന്നേ, പക്ഷെ അവൾ വീഡിയോയ്ക്കകത്ത് വന്നില്ല, വീഡിയോ എടുക്കാൻ വന്നില്ല അവൾ. ഹലോ അബിഗേ, എവിടെ പോവാ നമ്മള്? എവിടെ പോവാ? നമ്മൾ മാർക്കറ്റിൽ പോവാ. വെജിറ്റബിൾ മേടിക്കാൻ പോവാ. പച്ചക്കറി മേടിക്കണ്ടായോ? ചേട്ടായിട്ട് സ്റ്റിക്കർ മേടിക്കണം ഒക്കെ വെട്ടിക്കാൻ. എന്തിനാ കരഞ്ഞ അബിയെ? എന്തിനാ കരഞ്ഞത്? ഇവളാണെങ്കിൽ ഇവിടെ മഴ ഇപ്പം തോർന്നു. അന്നേരം ഞാനും ചാച്ചനും കൂടെ ആണെങ്കിൽ പോയി ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ച്. ഷമുവേലിൻ്റെ നാളെ സ്കൂൾ തുറക്കുവാണ്. അന്നേരം ബുക്കൊക്കെ പൊതിയാൻ ബാക്കിയാണ്. ഇതുവരെ ഞാൻ പൊതിഞ്ഞില്ല. അന്നേരം ഇന്ന് രാത്രി ഇതെല്ലാം ചെയ്യണം. അന്നേരം ഞാൻ ബാക്കിയെല്ലാ സാധനങ്ങളും മേടിച്ചു. കവർ മേടിച്ചു, ബുക്ക് കവർ ചെയ്യാനുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും മേടിച്ചു. സ്റ്റിക്കർ ഒട്ടിക്കാൻ, പേരെഴുതാൻ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്, അത് സ്റ്റിക്കർ മേടിക്കാൻ മറന്നുപോയി. അന്നേരം ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ച് സ്റ്റിക്കറും മേടിച്ച് വരാമെന്ന് വെച്ചാൽ ഇപ്പം മഴ പെട്ടെന്ന് പെയ്താൽ 2 വീലറിലല്ലേ പോകുന്നത്. മഴ പെയ്താൽ അബികൾ നനയും ചൊല്ലി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇറങ്ങിയതാണ്. പക്ഷെ ഭയങ്കര കരച്ചിലും ഭയങ്കര, അവൾ കരയാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. ഷാരോനെയും കൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ കരച്ചില്ല. അതുകൊണ്ട് ലാസ്റ്റിൽ കിട്ടിയ തുണി എടുത്ത് ഇട്ടിട്ട് അവളെ കൊണ്ട് ചാച്ചൻ വന്നു വെളിയിൽ. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ചാച്ചൻ രണ്ടാമത് പോയി. അവിടെ കരച്ചിൽ കേട്ട് ഭയങ്കര നിലവിളി ഓടി കിടന്ന് കരച്ചിലായിരുന്നു. ഞങ്ങൾ മാർക്കറ്റിലെത്തിയേ. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പച്ചക്കറി മേടിക്കുന്നെങ്കിൽ സാധാരണ ഈ ചേട്ടൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് മേടിക്കാറ്. ഇച്ചാച്ചനാണെങ്കിൽ ബൈക്കിൽ അബിഗേലിനെയും കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സാധനം എടുക്കുകയും വീഡിയോ രണ്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വെജിറ്റബിൾ മേടിച്ചു. ഇനിയാണെങ്കിൽ ഇച്ചിരി ഉള്ളിയും വെളുത്തുള്ളിയോ ഇച്ചിരി തക്കാളിയൊക്കെ, വെളുത്തുള്ളിയുണ്ട്, ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങും ഒക്കെ മേടിക്കണം. അന്നേരം അതൊക്കെ ഈ സൈഡിലാണ്. ഈ സൈഡിൽ ഉരുളക്കിഴങ്ങ്, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് പോകണം. ഇച്ചാച്ചൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം നമ്മൾ സ്റ്റേഷനറി ഷോപ്പിൽ വന്നു. നോക്കട്ടെ സ്റ്റിക്കർ. ഇവിടെ തിരക്കല്ല. स्टिकर चाहिए बुक में लगाने वाला। लेबल दे बुक का।
പിന്നെ വേണം ലേബിൾ വേണോ? റെയിൻകോട്ട് വേണോ? റെയിൻകോട്ട് വേണോ? എന്നെ വേണം? എന്നെ വേണം? എന്നെ വേണം? कार्टून वाला कुछ है क्या? नहीं है ना प्लेन। कितने का है ये? टोटल भेजेगा ना आपको। कितने का है? 10 रुपए। और एक देना। ब्लू 150 का है। 150 उसमें 150 है और ये साइड इधर है। और अबू अबू भाभी डोल देख, भाभी डोल അങ്ങനെ ഞങ്ങൾ ബുക്കിൽ ഒട്ടിക്കാനുള്ള ലേബിൾ സ്റ്റിക്കർ മേടിച്ചു. അപ്പോൾ മഴ പിന്നെ ഇച്ചിരി കൂടിയേ. അന്നേരം ചേച്ചൻ പറഞ്ഞു മഴ കഴിഞ്ഞിട്ട് പോകാമെന്നേ. മഴ പെയ്യുന്നുണ്ട്, ഇവളെ കൊണ്ട് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നനഞ്ഞൊക്കെ പോയി. അബി ഹലോ കുഞ്ഞി. അബികളിന് വീട്ടിൽ ഇരിക്കണ്ട, അബികളിന് മഴ നനയണോ? അബികളിന് ക്ലിപ്പിടുന്ന ഇഷ്ടമല്ല. അത് അബികളുടെ തലമുടി വെട്ടാൻ അബികളിന് ക്ലിപ്പിടുന്ന ഇഷ്ടമല്ല. തലമുടി ക്ലിപ്പിടാതെ ഇങ്ങനെല്ലാം അയക്കാം ക്ലിപ്പ്. ഓക്കെ, എപ്പോഴും ഇങ്ങനെ കിടക്കണം തലമുടി. അതുകൊണ്ട് അവിടെ തലമുടി വെട്ടാൻ പോകും ഞങ്ങൾ. 2 ദിവസത്തിനകം തന്നെ വെട്ടണം. ഹായ് പറഞ്ഞേ, ഹായ് എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹലോ, എന്നാ ഉണ്ട് വിശേഷം പറഞ്ഞേ? എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ പറഞ്ഞേ? മഴ പറഞ്ഞേ, മഴ പറഞ്ഞേ അബികളെ. മഴ പറഞ്ഞേ. അബു അബി മഴ പറഞ്ഞേ. മഴ പറഞ്ഞേ. മഴ പറ. മഴ പറയും കേട്ടോ അവള്, പക്ഷെ ഇപ്പോൾ അവിടെ മൂടില്ല പറയാം. മഴ പറഞ്ഞേ. മഴ പറഞ്ഞേ. മഴ എപ്പോഴും മഴ പറയും. ഇപ്പം എന്നാ മഴ പറയാത്തേ? മഴ നല്ലപോലെ പറയും, മഴ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. കാരണം അല്ലെങ്കിൽ താമസിക്കും. വീട്ടിൽ ചെന്നിട്ട് ഷമുവിൻ്റെ പുസ്തകം പൊതിയാനും കുറേ പണികൾ വീട്ടിൽ ബാക്കിയുണ്ട്. ഇപ്പോൾ സാമുവലിൻ്റെ പുസ്തകങ്ങളാണിത്. 4th സ്റ്റാൻഡേർഡിലെ പുസ്തകങ്ങളാണ്. ഓൾറെഡി കുറച്ച് പുസ്തകം സ്കൂളിൽ നിന്ന് തന്നു. ഒരു 4 പുസ്തകം വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വന്നു. ബുക്കുകളും സ്കൂളിൻ്റെ തന്നെ ബുക്കുകളാണ്. ഇവിടെ അവരുടെ പേര്, സ്കൂളിൻ്റെ പേര്, അവൻ്റെ സ്കൂളിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് ഹൈസ്കൂളാണ്. അന്നേരം സ്കൂളിൻ്റെ പേര് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഓൾറെഡി സ്കൂളിൽ നിന്ന് തരും. അന്നേരം ഇത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പ്ലെയിൻ ബുക്കുകൾ വെളിയിൽ നിന്ന് മേടിക്കണം. ഡിക്ഷണറി തന്നിട്ടുണ്ട് ഈ വർഷം. പിന്നെ EVS, മാത്സ്, അങ്ങനെ എല്ലാ പുസ്തകങ്ങളും, മറാഠി, ഹിന്ദി ഉണ്ട്. ഇവിടെ ഒരു സബ്ജക്റ്റ് മറാഠി ഉണ്ട്, ഒരു സബ്ജക്റ്റ് ഹിന്ദി ഉണ്ട്, ബാക്കി ഇംഗ്ലീഷ്, EVS അങ്ങനെയല്ല. ഡ്രോയിങ്ങിൻ്റെ ബുക്കുണ്ട്. ഇത് കൂടാതെ കളർ പെൻസിലും തന്നിട്ടുണ്ട്, 12 പെൻസിലിൻ്റെ സെറ്റ്. അങ്ങനെ ഞാൻ പുസ്തകങ്ങളൊക്കെ പൊതിയാൻ തുടങ്ങി. നാളെ ഷമുവിൻ്റെ സ്കൂൾ തുറക്കുക. അന്നേരം ഇതെല്ലാം പൊതിഞ്ഞ് എനിക്ക് എത്രയും വേഗം തീർത്തിട്ട് പെട്ടെന്ന് തന്നെ കിടക്കണം രാത്രിയിൽ. കാരണം രാവിലെ എനിക്ക് നേരത്തെ എണീറ്റ് കുറേ പണികളുണ്ട്. ഷമുവിനെ രാവിലെ ട്യൂഷന് കൊണ്ടുവിടണം. അതിന് മുമ്പ് കുറേ പണികളൊക്കെ തീർക്കണം. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.